തിരുവനന്തപുരം തിരുവല്ലത്ത് ഷഹന ആത്മഹത്യ ചെയ്തത് ഭർത്തൃമാതാവിന്റെ ക്രൂരപീഡനത്തെ തുടർന്നെന്ന് ബന്ധുക്കൾ. നിരവധി തവണ ഭർത്തൃമാതാവ് ഷഹനയെ ദേഹോപദ്രവം നടത്തി. മോശം സാമ്പത്തിക സ്ഥിതിയെ ചൊല്ലി കുറ്റപ്പെടുത്തി. പീഡനം സഹിക്കവയ്യാതെയാണ് ഷഹന ആത്മഹത്യ ചെയ്തതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് തിരുവല്ലം വണ്ടിത്തടത്ത് 22-കാരിയായ ഷഹന ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് നൌഫലുമായി പിണങ്ങി 2 മാസമായി വണ്ടിത്തട വീട്ടിൽ താമസിക്കുകയായിരുന്നു യുവതി. എന്നാൽ കഴിഞ്ഞ ദിവസം നൌഫൽ ഷഹനയുടെ വീട്ടിലെത്തി കാട്ടാക്കടയിലെ തന്റെ വീട്ടിൽ പിറന്നാൾ ചടങ്ങിനെത്താൻ നിർബന്ധിച്ചിരുന്നു. ഷഹന പോകാത്തതിനെ തുടർന്ന് ഇരുവരുടെയും കുഞ്ഞിനെ നൌഫൽ കൊണ്ടുപോയി. ഇതിനു പിന്നാലെയാണ് ഷഹന ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കല്യാണം കഴിഞ്ഞ് 8-ാം മാസം തൊട്ട് മർദ്ദിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, നിങ്ങൾ ഒഴിഞ്ഞു പോയാൽ മതി എന്ന് വെച്ചാൽ ഞങ്ങളൊരു ആവറേജ് കുടുംബമാണ്, അവർക്ക് ഇത്തിരി പൈസ ഉണ്ട്, അതിൻ്റെ ഒരു ഇതാണ് അവർ പറയുന്നത്. എന്ത് വേണോ തരാം, നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നു അപ്പോഴേ പറയുന്നത്. പക്ഷെ നമ്മൾ അപ്പോൾ കൊച്ചിന് 8 മാസം ഗർഭിണി ആയതുകൊണ്ടാണ് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചത്. എന്നാൽ അപ്പോഴേനും അത് ചെയ്തിരുന്നെങ്കിൽ മോളെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു തിരിച്ച്. ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഭർത്തൃമാതാവ് ഷഹനയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ദേഹോപദ്രവവും ചെയ്തിട്ടുണ്ട്. ഷഹനയുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായതിനെ ചൊല്ലി നിരന്തരം കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നും കല്യാണം കഴിഞ്ഞ് 8-ാം മാസം മുതലാണ് ഭർത്തൃമാതാവിന്റെ പീഡനം തുടങ്ങിയതെന്നുമാണ് ബന്ധുക്കൾ തിരുവല്ലം പോലീസിന് നൽകിയ മൊഴി. അതേസമയം ഷഹനയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചാകും കൂടുതൽ നടപടികൾ. ഭർത്താവ് നൌഫലിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.